നമസ്കാരം. നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. 70ാമത് നാഷണൽ അവാർഡിൽ അവസാന റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവസാന റൗണ്ട് മത്സരത്തിൽ മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ നമ്മുടെ സ്വന്തം മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ കടുത്ത മത്സരമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാന്താര എന്ന വൻ വിജയമായ ചിത്രത്തിലൂടെ ഋഷഭ് ഷെട്ടിയും നൻപകൽ നേരത്ത് മയക്കാം, റോഷക്ക്, പുഴു എന്ന സിനിമയിലെ വ്യത്യസ്ത 3 കഥാപാത്രങ്ങളിലൂടെ മമ്മൂക്കയും നാഷണൽ അവാർഡിൽ ബെസ്റ്റ് ആക്ടറിന് വേണ്ടിയുള്ള നോമിനേഷനിൽ തകർപ്പൻ മത്സരമാണ് ഇരുവരും കാഴ്ചവെക്കുന്നത്. നാഷണൽ അവാർഡിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇരുവരിൽ ആർക്കായിരിക്കും ബെസ്റ്റ് ആക്ടർ അവാർഡ് കൊടുക്കുക എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികളുടെ അഭിപ്രായ പ്രകാരം അഭിനയവും പ്രകടനവും നോക്കുകയാണെങ്കിൽ 3 സിനിമകളിൽ വ്യത്യസ്ത പ്രകടനം കാഴ്ചവെച്ച മമ്മൂക്കക്ക് തന്നെയാണ് ഈ വർഷത്തെ മികച്ച നടനാകാനുള്ള അർഹത എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്ന പ്രേക്ഷക അഭിപ്രായം. എന്നാൽ ഋഷഭ് ഷെട്ടിക്കും ഈ ഒരു അവാർഡ് കൊടുത്താൽ ആ അവാർഡ് ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് അർഹതയുണ്ടെന്നാണ് പ്രേക്ഷക അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കാന്താര എന്ന സിനിമയിൽ അത്രയ്ക്ക് മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹം സംവിധാനം ചെയ്ത ആ ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ട് മാത്രമാണ് ഇന്ത്യ മൊത്തം ആ ഒരു ചിത്രം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടത്. എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് ടച്ചോട് കൂടിയാണ് കാന്താര എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്നാൽ മമ്മൂക്കയുടെ പുഴു OTT-യിലൂടെയും നൻപകൽ നേരത്തും മയക്കവും റോഷക്കും തിയേറ്ററിലൂടെയും കോമഡി സന്ദർഭങ്ങൾ ഒഴിവാക്കി സീരിയസ് ടൈപ്പിൽ കഥ പറഞ്ഞു പോകുന്ന ചിത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ നാഷണൽ അവാർഡിൽ മികച്ച നടൻ ഇവരിൽ ആരാകുമെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.